നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. MP വീരേന്ദ്രകുമാറിനൊപ്പം വേദി പങ്കിട്ടും മുന്നണിയിലേക്ക് ക്ഷണിച്ചും പിണറായി വിജയൻ. ഉണ്ടായ വിയോജിപ്പ് നാളെ ഒരുമിക്കാൻ തടസ്സമല്ല. സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക രാഷ്ട്രീയ സ്ഥാനം ഇടതുപക്ഷത്ത്. LDF വിട്ട് UDF പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ മുന്നണികൾ തടസ്സമല്ലെന്ന് MP വീരേന്ദ്രകുമാർ. ചെറിയ കാര്യങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇനി പ്രശ്നമാകരുത്. ചില യോജിപ്പുകൾ ആവശ്യമുണ്ട്. അതിൽ മുന്നണികൾ പ്രശ്നമല്ല. ആ യോജിപ്പിന്റെ മേഖല വളർത്തിയില്ലെങ്കിൽ ഇത് രാഷ്ട്രം നിലനിൽക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നായകനെ കേരള ഘടകം തീരുമാനിക്കുമെന്ന് യെച്ചൂരി. NSSനെ കാവ്യ പുതപ്പിക്കാൻ BJP ശ്രമിക്കേണ്ടെന്ന് G. സുകുമാരൻ നായർ. വിരട്ടി കാര്യം കാണാൻ നോക്കണ്ട. സൗമ്യമായി വന്നാൽ ഗുണം കിട്ടും. നീതി കിട്ടിയത് UDF സർക്കാരിൽ നിന്ന്. സൗമ്യമായി സമീപിച്ചാൽ നിങ്ങൾക്കും ഇതിന്റെ ഫലം കൊയ്യാം. അല്ലാതെ ഞങ്ങളെ വിരട്ടി ഒന്നും കാര്യം സാധിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എങ്കിൽ UDF ഇനിയും മെച്ചപ്പെടണമെന്ന് ലീഗ്. പാചകവാതക വില വീണ്ടും കൂട്ടി. സബ്സിഡി രഹിത സിലിണ്ടറിന് 49 രൂപ വർദ്ധിക്കും. സിലിണ്ടർ ഒന്നിന് 673 രൂപ 50 പൈസയായി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് കൂടിയത് 79 രൂപ. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാലും വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പുമായുള്ള കരാർ റദ്ദാക്കില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നാളെ KMRL ഏറ്റുവാങ്ങും. ആദ്യ പരീക്ഷണ ഓട്ടം മുട്ടം മുതൽ കളമശ്ശേരി വരെ. കോഴിക്കോട് ഞാറ്റുവേല സംഘടിപ്പിച്ച ചുംബന സമരം സംഘർഷഭരിതം. സമരത്തെ നേരിടാനെത്തിയ ഹനുമാൻ സേന പ്രവർത്തകരുമായി ഏറ്റുമുട്ടി. പോലീസ് ലാത്തിവീശി. വിശദമായി. NSSനെ കാവ്യ പുതപ്പിക്കാൻ BJP നേതൃത്വം ശ്രമിക്കേണ്ടത് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSSനെ വിരട്ടി കാര്യം കാണാമെന്ന് BJP കരുതേണ്ട. സൗമ്യമായി സമീപിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുമെന്ന കാര്യം BJP നേതൃത്വം ഓർക്കണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ചങ്ങനാശ്ശേരി പെരുന്നയിൽ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുകുമാരൻ നായർ. NSSന് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനോ ഇല്ല. NSSകാർ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതിൽ വിരോധവുമില്ല. എന്നാൽ NSSനെ കാവ്യ പുതപ്പിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. BJP നേതൃത്വത്തിലെ ഒരു വിഭാഗം NSSനെ വിരട്ടി വരുതിയിലാക്കാമെന്നാണ് കരുതുന്നത്. അത്തരക്കാർക്ക് തെറ്റി. NSSനെ കുറിച്ച് BJP നേതൃത്വം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു കാവ്യ ഉടുത്തു വന്ന് മറ്റൊരു കാവ്യ NSSനെ പുതപ്പിക്കാമെന്ന് BJP നേതൃത്വം കരുതണ്ട. സർവീസ് സൊസൈറ്റിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതെ സർവീസ് സൊസൈറ്റിയെ സൗമ്യമായി സമീപിച്ചാൽ നിങ്ങൾക്കും ഇതിന്റെ ഫലം കൊയ്യാം. അല്ലാതെ ഞങ്ങളെ വിരട്ടി ഒന്നും കാര്യം സാധിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം, അധ്യാപക വിദ്യാർത്ഥി അനുപാതം തുടങ്ങി NSS മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും ഈ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. മന്നത്ത് പത്മനാഭന് ശേഷം NSSന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി എന്ന് വരുത്താൻ ചില കുബുദ്ധികൾ ശ്രമിക്കുന്നുണ്ടെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, കോട്ടയം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മേജർ രവി, PS ശ്രീധരൻപിള്ള, രാമൻ നായർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, BJPയോട് ഈ നിലയിൽ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? നികേഷ്, ഇതിൽ നമ്മൾ അടർത്തിയെടുത്തൊരു വാക്ക് ആ നിലയ്ക്ക് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്നെയും കൃഷ്ണദാസിനെയും ചുമതലപ്പെടുത്തിയനുസരിച്ച് കഴിഞ്ഞ 28-ാം തീയതി ഞങ്ങൾ NSS ആസ്ഥാനത്ത് പോയി. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അത് സൗമ്യമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. കാരണം NSS, SNDP, അതുപോലെ ചില ബിഷപ്പ് ഹൗസുകളൊക്കെ 2004 ഞങ്ങളെ സഹായിച്ചിരുന്നു. സഹായിക്കാൻ പൊളിറ്റിക്കലായിട്ട് കാര്യത്തിലേക്ക് വന്നാൽ NSSനെ ആരും കാവ്യ പുതപ്പിക്കാമെന്ന് കരുതണ്ട. നെഞ്ചു വിരിച്ചു കാട്ടി NSSനെ ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട. ഞാൻ അതിലേക്കാണല്ലോ താങ്കൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് രാവിലെ അവിടെ പോയ ആളാണ്. പുഷ്പാർച്ചനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞോട്ടെ. പറയാൻ നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പറയേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം 28-ാം തീയതി BJPയുടെ അഖിലേന്ത്യാ കമ്മിറ്റി, ഞങ്ങളുടെ കോർ കമ്മിറ്റി ഡൽഹിയിൽ തീരുമാനിച്ച അനുസരിച്ച്
NSSലേക്ക് പോകാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഞാനും കൃഷ്ണദാസും പോയിരുന്നു, സംസാരിച്ചു, സൗമ്യമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ അതിനെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരായിരിക്കാം, ആരാന്ന് എനിക്കറിയില്ല, ഇനി ഞങ്ങളുടെ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരാണോന്ന് അറിയില്ല. വേറെ ചില പ്രശ്നങ്ങൾ, ഒരു ബിഷപ്പിനെ വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹത്തിനെതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് അതിൽ വന്നെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം BJPയുടെ ആളുകളുമായിട്ട് സഹകരിക്കാനും അവർ രാഷ്ട്രീയമായിട്ടല്ല അല്ലാതുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, CPMൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് അതിന് കുറച്ച് ദിവസം ഇവിടെ പോയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കുന്നില്ല. പക്ഷേ ആ സൗഹാർദ്ദം ഞങ്ങളുമായിട്ടുണ്ടാകും, അക്കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഹൃദയബന്ധമാണ്, NSSുമായുള്ള ബന്ധം, അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുമെന്ന് അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വിഷയമാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. NSSനെയും SNDP ഞാൻ പറഞ്ഞു ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2004 13% വോട്ട് BJPക്ക് കിട്ടി. അത് കിട്ടിയത് അന്ന് ഞങ്ങളോട് സൗഹാർദ്ദം NSS SNDP ചില ബിഷപ്പ് ഹൗസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 16% വോട്ട് കിട്ടിയ കക്ഷി ഒരു 25-ലേക്കൊക്കെ എത്താൻ സാധിക്കും. അതിനെല്ലാവരുടെയും സഹായം ഞങ്ങൾ ചോദിക്കുന്നു. NSSൻ്റെ സൗഹാർദ്ദം ഞങ്ങൾക്കുണ്ടാകും. ഞാൻ രാഷ്ട്രീയ ധാരണയല്ല പറയുന്നത്, സൗഹാർദ്ദം ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. തുടരുക. ശ്രീ രാമൻ നായർ, BJPയോട് പറയാനുള്ളത് LDFനെയും UDFനെയും കണ്ടുപഠിക്കണം എന്നാണ്. NSSൽ വരുമ്പോൾ നിങ്ങൾ നായന്മാരായി വരണം. ഒരു കാവ്യ ഉടുത്ത് വേറൊരു കാവ്യവുമായി വരികയാണ് നമ്മളെ പുതപ്പിക്കാൻ. ഞങ്ങൾ BJPക്കോ LDFനോ UDFനോ എതിരല്ല. പക്ഷേ വലിയ ചങ്കു വിരിച്ച് പേടിപ്പിക്കാതെ സൗമ്യമായി NSSനെ സമീപിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചങ്ങോട്ടും സഹായം നൽകും. നിങ്ങളത് മനസ്സിലാക്കണം, BJP നേതാക്കളത് അറിയണം എന്നാണ്. എന്താണ് ശ്രീ സുകുമാരൻ നായരുടെ ഈ നിലപാടിന് പിന്നിൽ? ഇപ്പോൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള നേരത്തെ സുകുമാരൻ നായരുടെ പ്രസംഗത്തിലെ മഹാഭൂരിപക്ഷത്തിൽ പെട്ടയാളാണ്, അതായത് NSനെ എതിർക്കാത്ത. പക്ഷേ ഒരു ചെറു ന്യൂനപക്ഷം BJPയിലുണ്ട് NSSനെ തുടർച്ചയായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഉപദ്രവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അതൊന്ന് മനസ്സിലാക്കി തരാമോ? NSSനെ ഉപദ്രവിക്കുന്നു എന്നത് അല്ല അദ്ദേഹം പറഞ്ഞത്. NSSന് ഇഷ്ടപ്പെടാത്ത ചില പ്രവർത്തനങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് പൊതുവായിട്ട് പറഞ്ഞാൽ BJPയിലെ ആളുകൾ മൊത്തത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല ജനറൽ സെക്രട്ടറി അവിടെ വരുന്ന ആളുകൾ. ചെറിയ വിഭാഗം NSSനെ ഏത് തലത്തിലും അലോസരപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന്ന് ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും കൃഷ്ണദാസും കൂടെ അവിടെ പോയി വളരെ ലോഹ്യമായി പിരിഞ്ഞു, കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് പ്രകോപിപ്പിക്കത്തക്ക വില ചില കാര്യങ്ങളുണ്ടായി. അതെന്താണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു ബിഷപ്പിൻ്റെ വരവോടുകൂടി അതിനെ ചൊല്ലി അവിടെ ചില പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചു. NSSൻ്റെ ആസ്ഥാനത്തിന് ചുറ്റും ഇന്ന് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൻ്റെ അതിൻ്റെ എല്ലാ ഗ്രേസും തകർത്തക്ക നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ വളരെ പെട്ടെന്ന് പ്രകോപിതനാക്കി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും അത്തരം ചില വാക്കുകൾ ഉണ്ടായത്. ഏതാനും നാളുകൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ വരവിനെ തുടർന്ന് BJPയുടെ പ്രവർത്തകന്മാർ NSS ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ച ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും NSSൻ്റെ ആസ്ഥാനത്ത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പരിപാവനമായ ഒരു പ്രദേശമാണ്. ഇന്നത്തെ പത്മനാഭൻ ജനിക്കുകയും ജീവിക്കുകയും അന്തി ഉറങ്ങുകയും ചെയ്ത പെരുന്നയിലെ NSS ആസ്ഥാനത്തിനോട് ബന്ധപ്പെടുത്തി NSSനെയും അതിൻ്റെ സ്ഥാപക നേതാക്കളെയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത്തരം കാര്യങ്ങൾ NSS താങ്ങില്ല, ശ്രമിക്കില്ല. കുറച്ചുകൂടി തുറന്നു പറയുക. ഒരു കാവ്യമെടുത്ത് വേറൊരു കാവ്യവുമായി വരികയാണ് നമ്മളെ പുതപ്പിക്കാൻ. വലിയ ചങ്ക് വിരിച്ച് പേടിപ്പിക്കാതെ സൗമ്യമായി NSSനെ സമീപിക്കണം എന്ന് പറയാൻ മാത്രമുള്ള എന്ത് സാഹചര്യമാണുള്ളത്? ശ്രീ PS ശ്രീധരൻപിള്ളയെ പോലുള്ള, PK കൃഷ്ണദാസിനെ പോലുള്ള നിരവധി നേതാക്കന്മാർ അവിടെ NSSനോട് വിധേയത്വം പുലർത്തുന്നവരാണ്, നിരന്തര സമ്പർക്കം പുലർത്തുന്നവരാണ്. ഇപ്പോൾ V മുരളീധരൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോൾ ആ സമയം തിരഞ്ഞെടുത്തത് നന്നായില്ല എന്ന് സുകുമാരൻ നായർ പറയുകയും അതൊരു വാർത്തയായി വരികയും അതിനെ ചുവട് പിടിച്ച് ചില BJP നേതാക്കൾ പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണോ BJPയോട് മാത്രമായി ഇത്ര വലിയ അകൽച്ച NSS നേതൃത്വത്തിനുണ്ടാവാൻ കാരണം? അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും വിഷയം BJPയോട് NSSനുണ്ടോ? ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ നിലയിലുള്ള നിലപാടുകൾ കുറേ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അലോരസപ്പെടുത്തൽ, അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ മാറുകയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും NSSനെ സമീപിക്കുന്നത് പോലെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
നിശ്ചയമായും ഈ ആനുകൂല്യങ്ങളൊക്കെയും BJPക്ക് ലഭിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് BJPയോട് ഒരു അകൽച്ചയോ ഒരു എതിർപ്പോ അല്ലെങ്കിൽ BJPയെ പരാജയപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശമോ ഒന്നും ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളില്ല. മറിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ കെട്ടുറപ്പിനെയും നായർ സർവീസ് സൊസൈറ്റിയുടെ താല്പര്യങ്ങളെയും ഹനിക്കത്തക്ക നിലയിൽ ഏത് ഭാഗത്തു നിന്ന് പരാമർശങ്ങളുണ്ടായാലും പ്രവർത്തനങ്ങളുണ്ടായാലും അത്തരം കാര്യങ്ങൾ താങ്ങാൻ NSSനാവില്ല. അത്തരം കാര്യങ്ങൾ പ്രതികരിക്കും. അത്തരം കാര്യങ്ങളുമായി ഇപ്പോൾ ശ്രീ രാമൻ നായർ പറയുന്നത് പോലെ നായർ NSSന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ഇപ്പോൾ അത് സുകുമാരൻ നായരിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുചെന്ന് എത്തിച്ചാൽ NSSനെതിരെ ചില നായർ ഗ്രൂപ്പുകളെ സഹായിക്കുന്ന സമീപനം BJPയുടെ ഔദ്യോഗിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ഗ്ലോബൽ നായർ സമാജം, സമസ്ത നായർ സമാജം, മന്നം യുവജന വേദി തുടങ്ങിയ സംഘടനകളുടെ കാര്യകർത്താക്കൾ യഥാർത്ഥത്തിൽ സംഘപരിവാർ നേതാക്കളാണ്. പ്രത്യേകിച്ച് BJPയുടെ അനുഭാവികളും BJPക്കുള്ളിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന നിലപാട് G. സുകുമാരൻ നായർ സ്വീകരിക്കാനുള്ള കാരണം. NSSനെ ഏത് തരത്തിലും അലോസരപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്ന് പറയാൻ കാരണം. നികേഷ്, നാരായണ പണിക്കർ സാറിൻ്റെ കാലത്തും ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അദ്വാനി വരുമ്പം അവർ ഗേറ്റ് തുറന്നു കൊടുക്കില്ല, അദ്ദേഹത്തെ പുഷ്പാർച്ചനയ്ക്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടായി. രാജഗോപാൽജി അവരുടെ അവിടെ പുല്ലുമ്പോൾ അതുപോലെ സംഭവമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, 2003 നമ്മൾ സൗഹാർദ്ദമായിട്ട് ഞാൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് എനിക്കതിന് മുമ്പ് NSSമായിട്ട് ബന്ധപ്പെടാൻ സുകുമാരൻ നായർ സാറിനെ കണ്ടിട്ടുമില്ല. ഞാൻ അവിടെ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു, ബോധ്യപ്പെടുത്തിയെന്ന് തുറന്നിട്ട് 2004 RSSന്റെ OTC ചിറയൻകീഴിൽ ഉദ്ഘാടനം ചെയ്തത് NSSന്റെ പ്രസിഡന്റാണ്. സുകുമാരൻ നായർ സാർ സഹായിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് അത് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം അറിയാവുന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ തന്നെ ഇത് ചെയ്യണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയത്. ആ സൗഹാർദ്ദം ഉണ്ടാവും, അതിനെ തകർക്കാതിരിക്കുക. പിന്നെ നായന്മാർക്ക് ഏത് പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. RSSകാരെ സംബന്ധിച്ച് ജാതിയില്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. ഏതിലും അവർക്ക് പോയി പ്രവർത്തിക്കാം. SNDPയിലും NSSലും എല്ലാം പ്രവർത്തിക്കാം. NSSൻ്റെ SNDPയുടെ ആ 2004 കിട്ടിയ സഹായം ഞാൻ നന്ദിപൂർവ്വം മോഹൻ ശങ്കറൊക്കെ BJP വന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ സാധിക്കും. ഞങ്ങൾ മാത്രമല്ല, CPMൻ്റെ ഏറ്റവും ഉന്നതനായ മുഖ്യമന്ത്രിയാകേണ്ട ആൾ NSSൻ്റെ ആസ്ഥാനത്ത് പോയി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെല്ലുന്നതിന് 4 ദിവസം മുമ്പ് അവിടെ പോയിട്ട് കണ്ട് സംസാരിച്ച് പോന്നിട്ടുണ്ട്. എല്ലാ പാർട്ടികളും ചെയ്യുന്നു. അതുകൊണ്ട് NSS എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. മന്നം ആവോളം RSSൻ്റെ പ്രസിഡൻറ്റും NSSൻ്റെ പ്രസിഡൻറ്റും ഒരാളായിരുന്ന കാലഘട്ടമുണ്ട്. അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന കാലഘട്ടമുണ്ട്. മന്നത്ത് പത്മനാഭൻ ഗുരുജി ഗോൾവളർക്ക് വാക്കു കൊടുത്തുകൊണ്ട് അതിൻ്റെ വളരെ സഹായകമായ നിലപാട് സ്വീകരിച്ച കാലഘട്ടമുണ്ട്. അപ്പോൾ സൗഹാർദ്ദം നല്ലതാണ്, മറിച്ച് ആരെയും ഭീഷണിപ്പെടുത്തുന്ന സമീപനം ഞങ്ങളുടെ കാലത്തില്ല. ചില ആളുകൾ ഇതൊക്കെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അത് നല്ല ബന്ധത്തിലേക്ക് പോകും. ഞങ്ങൾ അക്കാര്യത്തിൽ ശുഭ പ്രതീക്ഷ ഉള്ള ആളുകളാണ്. ദയവായി തുടരുക. ശ്രീ മേജർ രവി, NSSനെ ആരും കാവി പുതപ്പിക്കാമെന്ന് കരുതണ്ട എന്നും നെഞ്ചി വിരിച്ചു കാട്ടി NSSനെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട എന്നും G. സുകുമാരൻ നായർ പറയുമ്പോൾ താങ്കൾ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? അദ്ദേഹം അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഇപ്പം മിസ്റ്റർ ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഇന്ന് കാലത്ത് പോയി സംസാരിച്ചപ്പോൾ എല്ലാം അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾ കുറച്ച് കഴിഞ്ഞിട്ട് ഏതോ BJPക്കാർ വിളിച്ചു എന്ന് പറയുന്നു. അതിപ്പോൾ ആരാണ് വിളിച്ചത്, എന്താണെന്ന് വിളിച്ചതെന്നുള്ളതോ അതിൻ്റെ പേരിൽ പ്രകോപിതനായിട്ട് ഞങ്ങളെ നെഞ്ചു വിരിച്ചിട്ട് കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് കാവി 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 എന്നുള്ളത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതൊന്നുകിൽ BJPക്കാർ അല്ലെങ്കിൽ RSSകാർ എന്നുള്ളതിൻ്റെ പേരിലാണ് അവരെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അക്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന്, അത് അക്യൂസേഷനാണോ അതോ അദ്ദേഹത്തിന് തന്നെ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള മതിപ്പ് കിട്ടുന്നില്ല, അതുകൊണ്ട് എന്നെ നെഞ്ഞു വിരിച്ചാരും പേടിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് കേൾക്കുമ്പോൾ ഇത് വളരെ ചാബല്യമായിട്ട് ഒരു ബാലിശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേജർ രവി, താങ്കൾ അടക്കമുള്ളവർ സംഘപരിവാറുമായി ഒരു സമന്വയത്തിൽ പോകുന്നവരാണ്. നിങ്ങളെപ്പോലുള്ളവരാണ് ഗ്ലോബൽ നായർ സമാജവും സമസ്ത നായർ സമാജവും ഒക്കെ തന്നെയും ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, സുകുമാരൻ നായർക്ക് മുമ്പ് NSSന് വെല്ലുവിളിയായി മറ്റൊരു സംഘടന ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ സുകുമാരൻ നായരുടെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ
ആഭ്യന്തര വിഷയങ്ങളിൽ നിങ്ങളെപ്പോലുള്ളവർ ഇടപെടുന്നു. ഇപ്പോൾ മേജർ രവി ചിലയിടത്ത് പോകാറുണ്ട്, സുരേഷ് ഗോപി ചിലയിടത്ത് പോകാറുണ്ട്, BJPയുടെ ജില്ലാ നേതാക്കൾ തന്നെ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെയും ശ്രീ ജി സുകുമാരൻ നായരെ BJPയിൽ നിന്ന് അകറ്റുന്നതിന് ഒരു കാരണമായിരിക്കാൻ ഇടയില്ലേ? നികേഷ്, ഒരു സംഘടനയ്ക്ക് എതിരായിട്ട് വേറൊരു സംഘടന വരിക എന്ന് പറയുന്നത് അത് ഏതവസ്ഥയിലാണ്? ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ചതിന് ശേഷം ആ സംഘടനയിൽ നിന്നും ആ സംഘടനയ്ക്ക് അകത്തുള്ള വ്യക്തികൾക്ക് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്താണല്ലോ ഇതിനകത്തൊരു റിബലിയസ് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോഴാണ് അതിൽ നിന്ന് കുറച്ച് പേര് മാറി നിന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സമുദായത്തിന് ഇനി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്ലോബൽ നായർ GNSSും ഇതുപോലുള്ള സംഘടനകൾ വെളിയിലോട്ട് വരുന്നത്. എന്തുകൊണ്ട്? അത് ശ്രീ സുകുമാരൻ നായർ ഇരിക്കുന്ന സമയത്ത് തന്നെ വരുന്നത് എന്തുകൊണ്ടെന്നുള്ളത് നികേഷ് ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരം നികേഷ് എന്തുകൊണ്ടാണ് തനിക്ക് എന്തുകൊണ്ട് സുകുമാരൻ നായരുടെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ NSSന് ബദലായി മറ്റ് നായർ സംഘടനകൾ ശക്തി പ്രാപിക്കുന്നു എന്നത് സംബന്ധിച്ച് ആത്മവിമർശനം നടത്തി ഒരു പരിശോധനയിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ, ഇപ്പോൾ ശ്രീ മേജർ രവി ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ തനിക്ക് സ്വീകാര്യരായ ആളുകളെ മാത്രം കയറ്റുമ്പോൾ മറ്റു നായന്മാർക്കും വേദികൾ വേണ്ടേ? അവരുണ്ടാക്കും ഗ്ലോബൽ നായർ സമാജവും സമസ്ത നായർ സമാജവും ഒക്കെ. ഇതൊക്കെ നികേഷ് കണ്ടെത്തുന്ന അനുമാനങ്ങളാണ്. ഇത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിൻ്റെ കാലത്ത് മാത്രമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, അദ്ദേഹം NSSൽ നിന്ന് പുറത്തായി അദ്ദേഹം ആരംഭിച്ച സമസ്ത നായർ സമാജം എത്രയോ വർഷക്കാലം അതിപ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ പിന്തുണയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടും ഈ നായർ സർവീസ് സൊസൈറ്റിയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ NSSൽ നിന്നും കാലാകാലങ്ങളായി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോകുന്ന ആളുകൾ പലയിടത്തായി സംഘടിച്ച് NSSനെതിരെ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്നില്ല. പക്ഷേ അതിന്റെ പിന്നിൽ BJP ആണ് എന്നൊരു സംശയം എന്തായാലും ശ്രീ ജി സുകുമാരൻ നായർക്കില്ലേ, NSSനില്ലേ? അത് സ്വാഭാവികമല്ലേ. തിരുവനന്തപുരത്ത് നടത്തിയ നായർ ഒരു സമ്മേളനത്തിൽ, സമസ്ത നായർ സമാജത്തിന്റെ സമ്മേളനത്തിൽ BJPയുടെ നേതാക്കന്മാർ പങ്കെടുത്തല്ലോ. ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പങ്കെടുത്തു. ആരൊക്കെ? രാജഗോപാൽ തന്നെ. രാജഗോപാലമോ? പിന്നെ ആരൊക്കെയായിരുന്നു? രാജഗോപാൽ പങ്കെടുത്തു എന്നുള്ളത് വ്യക്തമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ആരൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല. രാജഗോപാൽ മതിയല്ലോ കേരളത്തിലെ BJPയുടെ അറിയപ്പെടുന്ന നേതാവ്. എത്രയോ വർഷക്കാലമായി ശ്രീധരൻപിള്ള സമസ്ത നായർ സമാജത്തിന്റെ തിരുവനന്തപുരത്തെ യോഗത്തിൽ BJPയുടെ ഒരുപക്ഷെ നായർ മുഖമെന്ന് പറയാവുന്ന രാജഗോപാൽ തന്നെ പങ്കെടുക്കുകയാണ്. ശരിയാണ്, എല്ലാ സംഘടനകളും ഇവിടെ ഉണ്ടാകാം എന്നൊക്കെ ജനാധിപത്യപരമായി പറയാം. പക്ഷെ അത് NSSന് പിടിക്കില്ല. അതുകൊണ്ടൊന്നും അല്ല പ്രശ്നങ്ങൾ, അതൊന്നും അല്ല പ്രശ്നം. അത് മനസ്സിലുണ്ട് ശ്രീ സുകുമാരൻ നായരുടെ. അതുകൊണ്ടാണ് പറയുന്നത് NSSനെ ഏത് തരത്തിലും അലോസരപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനമാണ്. 28-ാം തീയതിയാണ് ഞങ്ങൾ പോയത്. ഇന്ന് രാവിലെ അല്ല പോയത്. അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് നാഷണൽ പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ അറിയിച്ചിട്ട് ചർച്ചയ്ക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ ഞങ്ങൾ 8 മണി മുതൽ 9 വരെ ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. ഒരഭിപ്രായ വ്യത്യാസവുമില്ല. NSSന് അതിൻ്റെ സ്വതന്ത്രമായ നിലപാടുണ്ട്, അവരുടെ കാഴ്ചപ്പാടുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. ബിഷപ്പുമാരെ മന്നത്തിൻ്റെ കാര്യത്തിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ NSSലെ ട്രഡീഷൻ അനുസരിച്ച് മുസ്ലിങ്ങളുടെ ആഘോഷം പോകുന്ന അവസരത്തിൽ ചന്ദനക്കുട ഉത്സവം അവരകത്ത് കൊടുത്ത് ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ മന്നത്തിൻ്റെ കാലത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 28-ാം തീയതി ഞങ്ങൾ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ കോർ കമ്മിറ്റിയിൽ ഓൾ ഇന്ത്യ നേതാക്കന്മാർ പങ്കെടുത്തെടുത്ത് ആ കാര്യം പറയുകയും എല്ലാം സൗഹാർദ്ദപരമായി പോകുന്നത് കണ്ടപ്പം അതിനെ അട്ടിമറിക്കാൻ ആരോ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായത്. അതുണ്ടായതിനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഒരുപക്ഷെങ്കിൽ അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്റെ ചോദ്യം ഇതാണ്, നികേഷിന് അടിസ്ഥാനപരമായി തെറ്റുപറ്റി. കാവ്യ പതപ്പിക്കേണ്ട അല്ല, കാവ്യ നമ്മുടെ നാടിന്റെ പൈതൃകമാണ്. ആ പൈതൃകം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് കാവ്യ പതപ്പിക്കാൻ ഉദ്ദേശിച്ച അതല്ല. അദ്ദേഹം സൗഹാർദ്ദത്തിൽ കൂടെ പോകണം എന്നാണ് പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇതാ. ശ്രീ PS ശ്രീധരൻപിള്ള, BJPയോട് പറയാനുള്ളത് LDFനെയും UDFനെയും ഒന്ന് കണ്ടുപഠിക്കണം. NSSൽ വരുമ്പോൾ നിങ്ങൾ നായരായി വരണം. ഒരു കാവ്യ കൊടുത്ത് വേറൊരു കാവ്യവുമായി വരികയാണ് നമ്മളെ പുതപ്പിക്കാൻ.
വലിയ ചങ്കു വിരിച്ച് പേടിപ്പിക്കാതെ സൗമ്യമായി NSSനെ സമീപിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചങ്ങോട്ടും സഹായിക്കും. നിങ്ങളത് മനസ്സിലാക്കണം. BJP നേതാക്കളെ ഞാനത് അറിയിച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങളുടെ ഒരു കാവ്യ എന്ന് പറയുമ്പോൾ ഒരു സംഘപരിവാർ രാഷ്ട്രീയവുമായി അവിടെ വരേണ്ടതില്ല. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് NSSുമായി സഹകരിക്കുന്നവരോട് ഒരു അകൽച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ LDFും NSSുമായി സഹകരിക്കുന്നവരെ ഉൾക്കൊള്ളുന്നു. UDF ഗവൺമെൻറ് എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള പൂർവമായ സമീപനം NSSനോട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനെ മൊത്തം അങ്ങോട്ട് കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണെന്ന രാഷ്ട്രീയ വിമർശനം അതിൽ കാണുന്നു. ഒരിക്കലുമില്ല. കാരണം ഇത് അവരുടെ സംഘടനാ യോഗമാണ്. ഞങ്ങളൊന്നും ഇപ്പോൾ ഞാൻ രാവിലെ വന്നത്തിൻ്റെ അത് എല്ലാ കൊല്ലവും 1-ാം തീയതി ഞാൻ പ്രസിഡൻ്റായ ശേഷം മുതൽ എന്നെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. പുഷ്പാർച്ചന നടത്തി ഞാൻ പോകുന്നു. ഞങ്ങളാരും പങ്കെടുക്കേണ്ട യോഗമല്ലത്. അവരുടെ സംഘടനാ യോഗത്തിൽ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പ്രതിനിധികളുടെ യോഗമാണ്. ആ യോഗത്തിൽ ഞാനൊന്നും പങ്കെടുത്തില്ല. അപ്പോൾ അവിടെ അദ്ദേഹം അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് അതിന് പ്രാധാന്യമുള്ളതായിട്ട് കരുതേണ്ടതില്ല. പിന്നെ കാവ്യ പുറപ്പിക്കുന്ന മോശമാണെന്ന് കാവ്യയെ തള്ളിപ്പറയാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ സുകുമാരൻ നായരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ LDF വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം സുകുമാരൻ നായർ മുന്നോട്ട് വെക്കുന്നുണ്ട്, സംഘപരിവാറിൻ്റെ കെണിയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു BJP വിരുദ്ധത കാണാനില്ല. എന്നാൽ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ NSSനെ അലോസരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടുള്ള ഒരു രോഷം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, അദ്ദേഹത്തിന് രോഷാകുലരാകാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ രാജഗോപാൽ സമസ്ത നായർ സമാജത്തിന്റെ ഒരു തിരുവനന്തപുരത്ത് മീറ്റിംഗിൽ പങ്കെടുത്തു എന്നുള്ളത്. പക്ഷെ ഒന്നുകൂടെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, വെള്ളാപ്പള്ളി നടേശനുമായിട്ട് BJP പരസ്യമായി കൂട്ടുകൂടുന്നു. ആ SNDPക്ക് വലിയ പ്രാധാന്യം നൽകും, NSSന് ആ രീതിയിലുള്ളൊരു പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അത് കൂടാതെ രമേശ് ചെന്നിത്തല കേരള മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തല്ലിക്കെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും ഭയപ്പെടുന്നു. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലെ റിസൾട്ട് നോക്കിയാൽ വളരെ വ്യക്തമാണ്. നായർ വോട്ടുകളിൽ വളരെ വലിയ ഷിഫ്റ്റ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് BJPയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തൃപ്പൂണിത്തുറയിലെ വോട്ടെണ്ണലിന്റെ റിസൾട്ട് നോക്കിയാൽ അറിയാം, തിരുവനന്തപുരത്തെ റിസൾട്ട് നോക്കിയാൽ അറിയാം, തൃശ്ശൂരെ റിസൾട്ട് നോക്കിയാൽ അറിയാം, മാവേലിക്കരയിലെ കായംകുളത്തെ എവിടെ നോക്കിയാലും നായർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള വാർഡുകളിൽ ഡിവിഷനുകളിലൊക്കെ BJP വലിയ മുന്നേറ്റം. എന്തിനെ NSS ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് പെരുന്ന ഡിവിഷനിൽ ആരെ ജയിച്ചത്? BJPയാണ് ജയിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു കാലുഷ്യം ഉണ്ടാകുമല്ലോ. അതാണ് ഇവിടെ ഉണ്ടായിട്ടില്ല. അതിൽ കവിത ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ ഒരു കാലുഷ്യത്തിൻ്റെ കാരണം എന്താണ്? ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിലാണല്ലോ മന്നം ജയന്തി വരുന്നത്. NSS മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? നമുക്കറിയാം സമദൂരം എന്നൊക്കെയാണ് എങ്കിൽ തന്നെയും ഇവിടെ സമദൂരമല്ല മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുമ്പൊക്കെ LDF UDF സമദൂരം മാത്രമായിരുന്നു NSSന് പറയാനുണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ LDF അവരുടെ നായർ അംഗങ്ങളെ NSSൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, UDF വലിയ തോതിൽ സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവരോടും സമദൂര അടുപ്പം പുലർത്തുകയും BJPയെ വളരെ ദൂരെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക? ഇതൊന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഈ നായന്മാരൊക്കെ സുകുമാരൻ നായരുടെ ഫത്വ അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. നികേഷ് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം VS അച്യുതാനന്ദനെ കുറിച്ച് നടത്തിയ അശ്ലീല പരാമർശങ്ങൾ അന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ കാണിച്ചാണല്ലോ. ഇദ്ദേഹം എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് പറഞ്ഞത്. VS അച്യുതാനന്ദനെ പോലെ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച്. എന്നിട്ട് എന്തുണ്ടായി? തിരുവിതാംകൂർ ഭാഗത്തുള്ള നായന്മാർ മുഴുവനും ഗണ്യമായ ഭാഗം LDFനാണ് വോട്ട് ചെയ്തത്. ഇത്തവണ BJPക്കാണ് വോട്ട് ചെയ്തത്. നായർ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ വളരെ പൊളിറ്റിക്കലി വൈബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, പൊളിറ്റിക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അത് സുകുമാരൻ നായരും അല്ലെങ്കിൽ കിടന്നൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ വേറെ ഏതെങ്കിലും ആ ഒരു മാടമ്പിയുടെ അഭിപ്രായത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരല്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ്. അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച രീതിയിൽ വോട്ട് ചെയ്യും. ദയവായി തുടരുക. പി എസ് ശ്രീധരൻപിള്ള, LDFനും വോട്ട് ചെയ്യാം, UDFനും വോട്ട് ചെയ്യാം. UDF നമ്മളെ വല്ലാത്ത രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. LDF വലിയ തോതിൽ തിരുത്തലുകൾ വരുത്തി NSSുമായിട്ടുള്ള ബന്ധം അടുപ്പിച്ചു നിർത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആരും BJPക്ക് വോട്ട് ചെയ്യരുത് എന്നൊരു പ്രഖ്യാപനം ഇന്നില്ലേ? ഇതുപോലെ പ്രഖ്യാപനം നടത്തിയ അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ള
ഒരിക്കലും അതുണ്ടായിട്ടില്ല. കാരണം നികേഷ് രാജഗോപാൽജി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ NSS രാജഗോപാൽജിക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിലും BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടേതായ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കും. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ മാത്രം അവർ എതിർപ്പിന് അവരുടെ ഡയറക്ഷൻ കൊടുക്കും. അങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം സുകുമാരൻ നായർ സാറിനെ പോലുള്ള ഒരാളിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. അവിടെ പോയ CPMന്റെ ഉന്നതനായ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പോയിട്ടുണ്ട്. അവർ പോകുന്നു, അവരെല്ലാവരും ഒരുപോലെ നിൽക്കുന്നു. വോട്ട് വേണ്ട, വോട്ടിന് മാത്രമല്ല. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് സമസ്ത നായർ സമാജത്തിന്റെ പരിപാടിയിൽ രാജഗോപാൽ പങ്കെടുത്തത്. ഒരു മിനിറ്റ്. ആ സമസ്ത നായർ സമാജത്തിന്റെ പരിപാടിയിൽ രാജഗോപാൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് സർവീസിൽ SNDP യോഗവും BJPയും തമ്മിലുള്ള സഖ്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്തില്ല എന്ന മുഖലേഖനം വന്നത്. BJP ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വോട്ട് കിട്ടുമായിരുന്നു എന്ന് ആ മുഖലേഖനത്തിൽ പറയുന്നു. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമായും BJPയോട് അകന്നിരിക്കുന്നു NSS. അപ്പോൾ അതിനു മുമ്പ് അടുപ്പമുണ്ടായിരുന്നോ? അവരെല്ലാവരെയും സമദൂരത്തിൽ കാണുന്നു. അല്ലല്ല, ഒരു സമദൂര സ്നേഹം ഇപ്പോൾ NSSനും UDFനോടും LDFനോടും കാണാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള എതിർപ്പ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. NSS, SNDP, പുലയ മഹാസഭ, പിന്നെ ചില ബിഷപ്പുമാർ എല്ലാം BJP പല ഘട്ടങ്ങളായി കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ പ്രസിഡന്റ് ഇപ്പോൾ വന്നപ്പോഴും അതേ നിലപാട് സ്വീകരിക്കുന്നു. നാളെ അവിടെ എത്താൻ പോകുന്ന ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബിഷപ്പിനെ ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ പോയി കണ്ടിട്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടതല്ല, ചിത്രങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസിയാണ്. നന്മ എവിടെ ഉണ്ടെങ്കിലും സംശീകരിക്കുകയാണ്. അത് വോട്ടിന് വേണ്ടിയല്ല. നാളെ NSS വോട്ട് ചെയ്തപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞു NSSന്റെ വോട്ടിനെ പറ്റി പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. CPIയുടെ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾ ആണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനത് പറയാം. CPIയുടെയും CPMന്റെ ഒക്കെ നിലപാട് അതാണ്. ഇത് തെറ്റിച്ച് നിർത്തണമെന്നുള്ളതാണ്. തെറ്റിച്ച് നിർത്താൻ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും രണ്ടുപേരെയും അതേപോലുള്ള എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ സക്രിയമായ വശങ്ങളെ സ്വാംശീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ അക്കാര്യം ശ്രദ്ധിക്കണമെന്നും അതിന് രണ്ടാളെ ചുമതലപ്പെടുത്തണമെന്നും അതനുസരിച്ച് ഞങ്ങൾ 28-ാം തീയതി അവിടെ പോകാനിടയായത്. നല്ല ബന്ധത്തിൽ പോകാൻ സാധിക്കും. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ BJPയുടെ കേരള ഘടകത്തിൽ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമായിട്ടുള്ളത്. ബാലഗോപാൽ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KN ബാലഗോപാൽ, മന്നം ജയന്തിയിൽ സുകുമാരൻ നായരുടെ പ്രസംഗം ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാർത്ത കണ്ടിട്ടുണ്ടാകും. നേരത്തെ ഇടതുപക്ഷം പ്രകടിപ്പിച്ച ആ ഒരു ആഹ്ലാദമുണ്ടല്ലോ, NSS BJP SNDP യോഗം കൂട്ടുകെട്ടിന് എതിരായി നിൽക്കുന്നു, ആ നിലയിലുള്ള ഹിന്ദു ഐക്യത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നു. അപ്പോൾ പിണറായി വിജയനെ പോലുള്ളവർ പറഞ്ഞത് മതേതര നിലപാടാണ് NSSൻ്റേത്. വാജ്പേയിയുടെ കാലത്തും NSSനെ വരുതിയിലാക്കാൻ RSS ശ്രമിച്ചിട്ടുണ്ട്. അന്നും വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ഭാഗമാക്കാൻ നോക്കി. എന്നാൽ NSSൻ്റെ മതേതര നിലപാടിൽ ചാഞ്ചാട്ടം കാണുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു മതേതര നിലപാട് എടുത്തുകൊണ്ടല്ല BJPയെ NSS എതിർക്കുന്നത് എന്ന് ശ്രദ്ധിച്ചില്ലേ താങ്കൾ, അല്ലെങ്കിൽ CPIM? മതേതര നിലപാടിന്റെ പ്രശ്നം ഒന്നും അധികം ചർച്ചയ്ക്ക് വരേണ്ട തരത്തിലൊരു പരാമർശം ഇന്നുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ മതേതര നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരം ഒരു കാര്യത്തിനകത്ത് കടുത്ത ജാതിവാദമോ വർഗീയവാദമോ എന്ന് പറയുന്ന ഒരു പ്രസംഗമേ അല്ല അവിടെ നടന്നത്. ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്, LDF ഉണ്ട്. അവരൊക്കെ അവരുടെ രാഷ്ട്രീയമുണ്ട്. അവരുടെ രാഷ്ട്രീയത്തിനകത്തുള്ള ആളുകൾ പലരും NSSനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ജാതി മത സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം ഞങ്ങളുടെ സംഘടന രാഷ്ട്രീയമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. BJP ഇപ്പോൾ RSSകാർ വരുന്നത് രണ്ട് കാതുകൊണ്ടുമായിട്ടാണ്. ഒന്ന് അവരുടുത്തോണ്ട് വരും, മറ്റൊരു കാതുകൊണ്ട് വന്നത് ഞങ്ങളെ പുതപ്പിക്കാനാണ് അവർ നോക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രസക്തമാണിപ്പോ. ശ്രീനാരായണ ഗുരുവിന്റെ ആ കാർമ്മികത്വത്തിലുണ്ടായ മഹാപ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ മോഡിയെ കൊണ്ടുവന്ന് ശങ്കരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വന്നപ്പോൾ അത് RSS പരിപാടിയാക്കുകയും SNDPയുടെ സാധാരണക്കാരായ ആളുകൾ ആരും ഇല്ലാതെ RSSകാർ നിരന്നിരിക്കുകയും ചെയ്യുന്ന സംഭവം നമ്മുടെ തൊട്ടു മുമ്പിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് NSSനെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ
മതനിരപേക്ഷമായ നിലപാടെടുക്കുന്ന, വർഗീയതയ്ക്കെതിരായ നിലപാടെടുക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേ ഉള്ളൂ ഞങ്ങളത് കാണുന്നത്. അല്ല, BJPയുടെ രാഷ്ട്രീയത്തെ കാവ്യയിൽ ആവിഷ്കരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് ശ്രീ PS ശ്രീധരൻപിള്ള നേരത്തെ ഈ ചർച്ചയിൽ ചോദിച്ചത്. കാവ്യ പുതപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങളെ നിങ്ങളാക്കാൻ നോക്കണ്ട, നിങ്ങൾ NSS ആയിട്ട് വരണം എന്ന നിലപാട് മാത്രമാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ ആ കാവ്യ രാഷ്ട്രീയത്തിന്, സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇവിടെ സാധ്യതയില്ല എന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം സുകുമാരൻ നായരുടെ ഭാഗത്തില്ല. കാവ്യ രാഷ്ട്രീയത്തിന് ഇവിടെ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഉത്തരേന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി. അതിനകത്ത് ഓരോ ജാതി അക്കാര്യത്തിൽ തർക്കിച്ചാൽ എവിടെ എത്തില്ല ഷിക്കേൻ ബാലഗോപാൽ. ഇനി ഒരു വിഷയമുള്ളത്, UDF-ഉമായിട്ടാണ് കൂടുതൽ അടുപ്പം. സമദൂരം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അടുപ്പം UDF-നോട് പുലർത്തുന്നു സുകുമാരൻ നായർ. പല സർക്കാരുകൾ വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ NSS-ന്റെ ആവശ്യങ്ങൾ അത് നായന്മാരുടെ ആവശ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? NSS-ന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ച അക്കാര്യങ്ങളിൽ നിലപാടെടുത്തു. അങ്ങനെ ഈ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നു NSS ഇപ്പോഴും. നികേഷ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കായതുകൊണ്ട് അങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഈ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആര് കാത്തു സൂക്ഷിച്ചാലും UDF സർക്കാർ നിലനിൽക്കത്തില്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയും KM മാണിയും എല്ലാം ചിലപ്പോ ആളുകളുമായിട്ടൊക്കെ നല്ല സഹകരണം ഉണ്ടാവും. അവരെ ഒന്നും ജനങ്ങളിപ്പോ അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം LDF-ആയിട്ടും ഞങ്ങൾക്ക് NSS-ഉമായി നിതാന്ത ശത്രുതയില്ല, SNDP ആയിട്ട് ശത്രുതയില്ല. ചില നിലപാടുകൾ ഞങ്ങൾ എതിർക്കുന്നുണ്ടാവും, അനുകൂലിക്കുന്നുണ്ടാവും. NSS എന്ന് പറഞ്ഞാൽ മുഴുവൻ NSS ഞങ്ങൾ കോൺഗ്രസ് ആണ്. NSS എന്ന് പറഞ്ഞാൽ മുഴുവൻ NSS ഞങ്ങൾ BJP ആണ്. NSS എന്ന് പറഞ്ഞാൽ മുഴുവൻ NSS ഞങ്ങൾ LDF ആണെന്ന് ഒരു സമുദായ സംഘടനയും പറയാൻ പാടില്ല. അതിനകത്ത് എല്ലാ വിശ്വാസികളും ഉണ്ടാവും. ജനിച്ചതുകൊണ്ട് നായരായവരും ഈഴവരായവരും ഒക്കെ ആണല്ലോ ഈ നാട്ടിലെ, അല്ലെങ്കിൽ പിന്നെ ഒരു പുലയ മഹാസഭയ്ക്കകത്ത് വരുന്ന ജനിച്ചപ്പോ പിന്നെ പുലയ മഹാസഭയിൽ പെട്ട ഒരാള്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, മുസ്ലിം, അങ്ങനെ ജനിച്ച ഒരാൾ ഒരു മതത്തിനകത്തോ ജാതിക്കകത്തോ ഉണ്ടെങ്കിൽ ഈ ജാതിയിലെ മുഴുവൻ ആളുകളും ഇന്ന പാർട്ടി ആവണമെന്ന് ഏത് ബിഷപ്പ് പറഞ്ഞാലും, ഏതെങ്കിലും ഒരു വലിയ മറ്റൊരു തിരുമേനി പറഞ്ഞാലും, സമുദായ സംഘടനകൾ പറഞ്ഞാലും ശരിയില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം പറയാത്ത ആളുകൾ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ശ്രീ രാമൻ നായർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും NSS-ൻ്റേത് സമദൂര സിദ്ധാന്തം തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും ചില സ്ഥാനാർത്ഥികളോട് ചില ഘട്ടങ്ങളിൽ സൗമനസ്യത്തോടുള്ള സമീപനം പുലർത്തിയിട്ടുണ്ട് NSS. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-നെ പ്രത്യേകിച്ച് പ്രകീർത്തിക്കുന്നതിലൂടെ, മറ്റൊരു സർക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ UDF സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിലൂടെ സുകുമാരൻ നായർ മറ്റെന്തെങ്കിലും സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വരികൾക്കിടയിലൂടെയൊന്നും വായിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെൻറ് NSS മുന്നോട്ട് വെച്ച ഒട്ടേറെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സ്വാഗതാർഹമായ നടപടിയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ചില സന്ദർഭങ്ങളിൽ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഗവൺമെൻറ് നിലപാടുകളോടോ പല നടപടികളോടോ അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു, വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അക്കാര്യം മനസ്സിലാക്കുകയും മുഖ്യമന്ത്രിയും മറ്റാളുകളും അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട് NSS-ൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തപ്പോൾ ആ സമീപനമാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പിലും NSS-നെ സംബന്ധിച്ച് സമദൂര സിദ്ധാന്തം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജനറൽ സെക്രട്ടറിയുമായുള്ള സംസാരത്തിലൊക്കെയും സമദൂര സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവരും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത്തരം ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതിൽ NSS-ന് യാതൊരു വിരോധവുമില്ല. ആ ആനുകൂല്യം BJP-ക്ക് ലഭിക്കുമെന്നാണ് അവരുടെ സമീപനം മാറ്റിയാൽ അത് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ NSS പ്രത്യേകമായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചല്ലോ, NSS അല്ലെങ്കിൽ NSS-ൻ്റെ തലപ്പത്തിരിക്കുന്നവരോ പറഞ്ഞാലൊന്നും വോട്ടുകൾ മാറാൻ പോകുന്നില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ നായർ ഗ്രൂപ്പുകളും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ കുറെ കൂടി NSS-ൻ്റെ സ്വാധീനം ദുർബലമായിട്ടുണ്ടോ ഈ പറയുന്ന സംഘടനകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്? നികേഷ്, NSS പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നടക്കും എന്നുള്ളതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് NSS-ന് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടി എന്നുള്ളത് ഇപ്പോൾ ഇതിന് മുന്നേ സംസാരിച്ച് ആരോ പറഞ്ഞു കേട്ടു. എന്താണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് പ്രഥമദൃഷ്ട്യാ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ NSS-ന് ഇത്രയധികം ശക്തരാണെങ്കിൽ, അവർ പറഞ്ഞത് കേൾക്കുന്ന ഗവൺമെൻറ്റാണ് UDF എങ്കിൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഇവർ മുഖ്യമന്ത്രിയാക്കിയില്ല? അത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് പറയാമായിരുന്നല്ലോ. ഞങ്ങളുടെ ഇടയിലത്തെ ഒരാളുണ്ട് ഇവിടെ, ഇങ്ങനെ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കണം. അപ്പം ഇവിടെ NSS പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഭരണം മാറുമെന്നുള്ളത് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്.
കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ NSS ആണ് രമേശ് ചെന്നിത്തലയെ സർക്കാരിലെ താക്കോൽ സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത്. പിന്നെയാണത് നടന്നത്. NSS പറഞ്ഞതുകൊണ്ടാണ് നടന്നതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ NSS അതിന് തുടക്കം കുറിച്ചത് കൃത്യമായി താക്കോൽ സ്ഥാനത്ത് കാര്യങ്ങൾ എത്തിക്കുന്ന വിധത്തിൽ, രമേശ് ചെന്നിത്തലയെ എത്തിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ സാധിച്ചു. രമേശ് ചെന്നിത്തലയേക്കാൾ ഉമ്മൻചാണ്ടിയെ തന്നെയാണ് സുകുമാരൻ നായർ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഒരു നേതൃമാറ്റ വിഷയം വന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം എന്ന ആവശ്യം NSSനില്ല. ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടാണ് സുകുമാരൻ നായരുമായി സംസാരിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ മാത്രമാണല്ലോ അത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ സംഘടന നിൽക്കുന്നത്? NSSന് എന്താണ് ആവശ്യമെന്നുള്ളതുണ്ടെങ്കിൽ അതിന് സംഘടനാപരമായിട്ട് എല്ലാവർക്കും ഉപകരിക്കുന്ന പോലെ. പക്ഷേ ഞാൻ സെക്രട്ടറിയാണ്, എനിക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എനിക്ക് ഇഷ്ടമാണ്, ഉമ്മൻചാണ്ടി സാറിന് എനിക്കിഷ്ടമാണ്, ഞാൻ അദ്ദേഹത്തിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യും. ആ സമയം വരുന്ന സമയത്ത് വേറെ നായർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താണ്? അവിടെ പാർഷ്യാലിറ്റി വരുന്നില്ലേ? എൻ്റെ സെൽഫിഷ് ഇൻട്രസ്റ്റ് എന്നുള്ളത് വരുന്നില്ലേ? അപ്പോൾ പിന്നെ എവിടെയാണ് ഈ സംഘടന? അതുകൊണ്ട് തന്നെയാണ് GNSSും ഗ്ലോബൽ നായർ സമിതിയും അല്ലെങ്കിൽ സമസ്ത നായർ ഓരോരോ സംഘടനകൾ മാറി മാറി വരുന്നതിൻ്റെ അർത്ഥം എന്തെന്നത്, ഏതൊരാളും തലപ്പത്തൊരു സംഘടനയുടെ മുകളിലിരിക്കുന്ന ആൾ സെൽഫിഷ് ആയിക്കഴിഞ്ഞാൽ അവിടെയാണ് ഈ സ്പ്ലിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നികേഷ് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള പല സംഘടനകളും വന്നുകൊണ്ടിരിക്കും. കാരണം ഫ്രസ്ട്രേഷൻ മൂത്തിരിക്കുന്നു. സംഘടനയ്ക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോഴാണ് ആളുകൾ മാറി മാറിപ്പോയിട്ട് ഞങ്ങൾ വേറെ വല്ലയിടത്തും നോക്കട്ടെ, എന്തെങ്കിലും സാധിക്കുമോ, ഞങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി വേറെ വല്ല വഴികളുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനുള്ളത് വല്ലതും ഉണ്ടോ? അങ്ങനെയാണ് സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പം NSS ആസ്ഥാനത്തിരുന്നു കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ ഇരുന്നു കൊണ്ട് എല്ലാ നായന്മാരെയും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായന്മാരൊന്നും വോട്ട് ചെയ്യില്ല. അവർക്ക് ഇഷ്ടമുള്ളവർ തന്നെ വോട്ട് ചെയ്യും. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യായിരിക്കും. ഇതൊക്കെ ആരെ കൊണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ഇതുപോലുള്ള നേതൃത്വത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് മൈക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായന്മാരും കൂടെ പോയിട്ട് ഓക്കെ UDFന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യും, BJPക്ക് വോട്ട് ചെയ്യും. ദാറ്റ്സ് റോങ്. മേജർ രവി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ശ്രീധരൻപിള്ള, ഇതാണ് BJP പ്രചരിപ്പിക്കുന്നത് എന്ന നിലയിലാണ് ഇന്ന് സുകുമാരൻ നായർ അതിന് മറുപടി പറഞ്ഞു. മന്നത്ത് പത്മനാഭൻ്റെ കാലത്തുണ്ടാക്കിയ സ്ഥാപനങ്ങൾ മാത്രമേ NSSനുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ജനറൽ സെക്രട്ടറിമാരെല്ലാം തന്നെ, അല്ലെങ്കിൽ ഭരണസമിതികളെല്ലാം തന്നെയും ഈ മന്നത്തുണ്ടാക്കിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ്, തിന്നുമുടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വസ്തുതാപരമായി ഖണ്ഡിക്കുന്നു. മന്നത്ത് ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാനല്ല, പകരം അതുണ്ടാക്കിയ അടിസ്ഥാനമുണ്ടല്ലോ, ആ അടിസ്ഥാനത്തിൽ നിന്ന് പിന്നീടുള്ള ഭരണസമിതികൾ എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിക്കാൻ ആ പ്രസംഗത്തിൽ വളരെ സമയമെടുത്തു. ഇത് ചെയ്യുന്നത് BJP ആണ് എന്ന തോന്നലാണ് സുകുമാരൻ നായർക്കുള്ളത്. ഇതൊരു നിഴൽ യുദ്ധമാണ്. സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞിട്ട് വോട്ട് ചെയ്യണമെന്നോ അവർ സമദൂരമാണെന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. ഇന്നും പറഞ്ഞിട്ടുള്ളത് ഏത് പാർട്ടിപ്പെട്ടവർക്കും വന്ന് NSS പ്രവർത്തിക്കാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്ന അതാണ്. അപ്പോൾ ഇതൊരു നിഴൽ യുദ്ധമാണ്. കാരണം എങ്ങനെയെങ്കിലും BJP, കാരണം നായർ സമുദായത്തിലൊരു ഒരു നല്ല പങ്ക് പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് BJP. അതിനെയും NSSനെയും കൂടെ രണ്ട് തട്ടിലാക്കിയിട്ട് 10 വോട്ട് ഞങ്ങൾക്ക് കിട്ടാൻ എവിടെയെങ്കിലും ചിന്തിക്കുന്ന നായന്മാരുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള നിഴൽ യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് അത് പ്രാധാന്യമൊന്നുമില്ല. NSSന് അതിൻ്റേതായ സംഘടനാ സംവിധാനമുണ്ട്, നേതൃനിരയുണ്ട്, അവരുടെ ഡിസിഷൻ എടുക്കേണ്ട ബോഡിയുണ്ട്, അവർക്ക് എന്ത് തീരുമാനം എടുക്കാം. BJPക്ക് BJPയുടേതായ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ തരുന്ന നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാണ് കേരളത്തിൽ NSSുമായി സൗഹാർദ്ദം ഉണ്ടാക്കണം. രാഷ്ട്രീയ വോട്ടല്ല, പിന്തുണയല്ല, സൗഹാർദ്ദം ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഞങ്ങളെല്ലാം കൂടെ സൗഹാർദ്ദം ഉണ്ടാക്കാൻ BJPയിലെ ഒരു വിഭാഗത്തിന് താല്പര്യമില്ല എന്നുള്ളത് BJP മനസ്സിലാക്കുകയും അവരെ തിരുത്തുകയും ചെയ്യും. വോട്ട് ആർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ, വോട്ടല്ല പ്രശ്നം. വോട്ടല്ല പ്രശ്നം. വോട്ടല്ല ഞാൻ ചോദിക്കുന്നത്. സൗഹാർദ്ദം ഉണ്ടാക്കാൻ ഒരു മഹാഭൂരിപക്ഷം ശ്രമിക്കുന്നു എന്ന തിരിച്ചറിവ് സുകുമാരൻ നായർക്കുമുണ്ട്. പക്ഷേ ഒരു ന്യൂനപക്ഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നാണ്. നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വന്ന് പറയുകയാണ് NSSും വളരെ പ്രധാനമാണ് കേരളത്തിലെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, അതുകൊണ്ട് NSSുമായി സൗഹാർദ്ദം. പക്ഷേ ഒരു ന്യൂനപക്ഷം അങ്ങനെ ചെയ്യുന്നില്ല എന്ന മുന്നറിയിപ്പ് BJP നേതൃത്വത്തിന് നൽകുകയാണ് സുകുമാരൻ നായർ. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? അതിനനുസരിച്ച് മാറ്റം വരുത്തുമോ? ഈ നേതാക്കളോട് രാജഗോപാൽ സമസ്ത നായർ സമാജത്തിൽ പോകരുത്, ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കരുതെന്ന് BJPയോടൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയെ പോലുള്ളവരോട് പറയണം.
നികേഷിൻ്റെ വ്യാഖ്യാനമാണത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് കൊണ്ടാണ് BJP, അല്ലാണ്ട് വോട്ടിന് വേണ്ടിയല്ല ഞങ്ങൾ NSS പോകുന്നത്. സാമൂഹിക സന്തുലിതാവസ്ഥയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഘടനയാണ്. NSS, SNDP തുടങ്ങിയുള്ളത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. അതിനെയൊക്കെ ഞങ്ങൾ ശത്രുക്കളാക്കി നിർത്തേണ്ട ആവശ്യമില്ല. അവരുടേതായ കാഴ്ചപ്പാട് അവർ നിൽക്കട്ടെ. എന്റെ ചോദ്യം, NSSനെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ ചില BJP നേതാക്കൾ, BJPയോടൊപ്പം നീങ്ങുന്നവർ, അവർ NSSനെ അലോസരപ്പെടുത്തുന്നു. അവരെ നിയന്ത്രിക്കുമോ BJP? അങ്ങനെ ഞാൻ കരുതുന്നില്ല, അങ്ങനെ അലോസരപ്പെടുത്തുന്നു. കാരണം BJPയുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈനും ഓൾ ഇന്ത്യ കമ്മിറ്റിയും കോർ കമ്മിറ്റിയും തീരുമാനിച്ചനുസരിച്ച് ഒരു തീരുമാനമെടുത്തപ്പം അതിന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും BJPക്കാർ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നെന്തോ ചില സുകുമാരൻ നായർ വിശ്വസിക്കുന്നു. ദയവായി തുടരുക. അവസാനമായി ശ്രീ രാമൻ നായർ, നേരത്തെ ശ്രീ രവി പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്, മേജർ രവി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. NSS പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ രമേശ് ചെന്നിത്തല ആയിരിക്കണ്ടേ മുഖ്യമന്ത്രി? പകരം ഉമ്മൻചാണ്ടി തുടരട്ടെ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ താല്പര്യത്തിനാണ് സുകുമാരൻ നായർ ഊന്നുന്നത്. നികേഷ്, ഈ കടലാസ് സംഘടനകളുടെയോ ഓലപ്പമ്പ് സംഘടനകളുടെയോ ഒന്നും നേതാക്കന്മാർ പറയുന്നത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഒരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഇപ്രാവശ്യത്തെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയാകണം ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ആദ്യമായി പറഞ്ഞത് ശ്രീ സുകുമാരൻ നായരാണ്. ആ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റണമെന്ന് ഒരിക്കലും ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിട്ടില്ല. പിന്നെ NSSന്റെ പ്രസക്തിയെക്കുറിച്ചൊന്നും NSS പറഞ്ഞതുകൊണ്ട് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് നായന്മാർ രാജ്യത്തുണ്ട്. NSS ഈ ഗവൺമെൻറ്റിനോട് പറഞ്ഞതനുസരിച്ച് ഉണ്ടാക്കിയ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ, അതിൽ നിന്ന് കോടിക്കണക്കായ രൂപയുടെ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായി നിർധനരായ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കുട്ടികൾക്ക് ലഭിക്കുകയാണ്. മേജർ രവിക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യവുമല്ല. അപ്പോൾ പിന്നെ നായർ സർവീസ് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സേവനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പുച്ഛത്തോടുകൂടി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വിവരക്കേടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നായർ സർവീസ് സൊസൈറ്റി വിട്ടുപോയാൽ ശ്രീ രാമൻ നായർ, എനിക്ക് അറിയാനുള്ളത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം, ഉമ്മൻചാണ്ടിയെ മാറ്റി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം ശ്രീ സുകുമാരൻ നായർ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാത്തത്. ഒരിക്കൽ അല്ല, അങ്ങനെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു സന്ദർഭമല്ലല്ലോ ഇത്. 5ാം മന്ത്രി സ്ഥാനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റി അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് പിന്നീടാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ആഭ്യന്തരമന്ത്രിയായത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആക്കണമെന്ന് ശ്രീ സുകുമാരൻ നായർ ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ കേരളത്തിലെ സാമുദായിക സന്തുലിതാവസ്ഥ നിവർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട കേന്ദ്ര നേതൃത്വവും മറ്റാളുകളും ആലോചിച്ചായിരിക്കാം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ തീരുമാനമെടുത്തത്. അതല്ലാതെ അതൊന്നും NSS ഇക്കാര്യത്തിലുള്ള സാമൂഹ്യ അനീതി അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാമൂഹ്യ നീതി നടപ്പാക്കണം എന്ന് മാത്രമേ NSS പറഞ്ഞിട്ടുള്ളൂ. സാമൂഹ്യ നീതിക്ക് എന്തെങ്കിലും ഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ അവസരത്തിൽ ഉയർന്ന് അത് പരിഹരിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് NSSനെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം തരുന്ന രാമൻ നായർ. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ മേജർ രവി ഞാൻ അവസാനിപ്പിക്കുന്നത്. ശ്രീ PS ശ്രീധരൻപിള്ള, G രാമൻ നായർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ KN ബാലഗോപാൽ, നന്ദി. 8 സഫറിൽ പങ്കെടുത്തതിന്.